ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ മാധ്യമങ്ങളും പൗരാവകാശ പ്രവർത്തകരും സമരസ്ഥലത്തു നിന്ന് മടങ്ങിയ ശേഷമായിരുന്നു പോലീസ് നടപടി. ചാലക്കുടി ഡിവൈഎസ്പി കെ.ടി. തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ത്രീകളെ മാത്രം അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി. ഇത് പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും ബലമായി നീക്കി. ഇതിനുശേഷമായിരുന്നു സമരക്കാർക്ക് നേരെ ക്രൂരമായ ലാത്തിച്ചാർജ്. പ്രകോപനമില്ലാതെ പോലീസ് ലാത്തി വീശുകയായിരുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ എം.എൽ.എ. പറഞ്ഞു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. അത് ക്രൂരമാണ്. ഒരു പ്രകോപനമില്ലാത്ത ജനങ്ങളെ പോലീസ് മനഃപൂർവ്വം തല്ലുന്ന രീതിയാണ് ഉണ്ടായത്. അത്ര സമാധാനപരമായാണ് ഈ സമരമല്ല ഞങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് നടത്തിയത്. കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച സ്ത്രീകളെയും കുട്ടികളെയും രാത്രി 9 മണിയോടെ പോലീസ് വീട്ടിൽ പോകാൻ അനുവദിച്ചു. എന്നാൽ ഭർത്താക്കന്മാരില്ലാതെ തിരിച്ചുപോകില്ലെന്ന് സ്ത്രീകളും പ്രഖ്യാപിച്ചു. ആ പ്രദേശത്തൊന്നും ഒരു വീട്ടിലും പുരുഷന്മാരില്ല. അങ്ങനെ പുരുഷന്മാരില്ലാത്ത വീട്ടിലേക്ക് പോലീസിന്റെ നായാട്ട് നടക്കുന്ന കാതിക്കുടത്തേക്ക് ധൈര്യമായി ഈ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. കമ്പനി 2 ദിവസത്തേക്ക് അടച്ചിടുമെന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പിനെ തുടർന്നാണ് സ്ത്രീകൾ പിരിഞ്ഞുപോയത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി.ആർ. നീലകണ്ഠൻ, സാറാ ജോസഫ് എന്നിവരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ 1 തൃശൂർ.